ഉദ്യോഗസ്ഥർക്കിടയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പോലീസുകാർക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക പരാതി പരിഹാര പദ്ധതിയുമായി എഡിജിപിയുടെ സർക്കുലർ. എല്ലാ വെള്ളിയാഴ്ചകളിലും എഡിജിപി നേരിട്ട് പരാതി കേൾക്കും. സ്റ്റേഷൻ തലത്തിൽ SHOയ്ക്കാണ് ചുമതല. എഡിജിപി MR അജിത് കുമാറാണ് സർക്കുലർ പുറത്തിറക്കിയത്. കേരള പോലീസിൽ സമ്മർദ്ദം കൂടുന്നു, ആത്മഹത്യ വ്യാപകമാകുന്നു എന്ന വിഷയം സജീവ ചർച്ചയാണ്. കഴിഞ്ഞ നിയമസഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. പോലീസിൽ സമ്മർദ്ദമില്ലെന്നും ഉണ്ടെന്ന പരാതിയുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ഇതേ തുടർന്നാണ് കേരള പോലീസിന്റെ പുതിയ സമഗ്ര പദ്ധതിയായി കാവൽ കരുതൽ എത്തുന്നത്. ADGP MR അജിത് കുമാർ ഇതിന്റെ സർക്കുലർ അയച്ചു കഴിഞ്ഞു. സർക്കുലർ പ്രകാരം സമഗ്ര പരാതി പരിഹാര പദ്ധതിയാണ് ഇത്. പോലീസ് സേന മാത്രമല്ല, കുടുംബാംഗങ്ങളും ഇതിന്റെ ഭാഗമാണ് എന്നതാണ് സവിശേഷത. പോലീസ് സ്റ്റേഷൻ തലം മുതൽ ജില്ലാ പോലീസ് മേധാവി ഓഫീസ് വരെ പരാതി പരിഹാര പദ്ധതി നടപ്പിലാക്കണം. സായുധ സേനയിൽ കമ്പനി മുതൽ ബറ്റാലിയൻ മേധാവി തലം വരെ പദ്ധതി നടപ്പിലാക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേക യോഗം ചേർന്ന് പരാതികൾ കേൾക്കണം. സ്റ്റേഷൻ തലത്തിൽ SHOയ്ക്കാണ് ഇതിന്റെ ചുമതല. പരാതി കേട്ട് റിപ്പോർട്ടാക്കി ADGPക്ക് ഓൺലൈൻ വഴി അപ്പോൾ തന്നെ കൈമാറുകയും വേണം. വനിതാ പോലീസ് പ്രതിനിധി, സ്റ്റേഷൻ റൈറ്റർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ഇതുകൂടാതെ പോലീസ് അസോസിയേഷൻ പ്രതിനിധിയും ഓരോ സ്റ്റേഷനിലെയും പരാതി പരിഹാര കമ്മിറ്റിയുടെ ഭാഗമാകും. ഫ്രൈഡേ ബോക്സ് എന്ന പേരിൽ ADGPക്ക് നേരിട്ട് പരാതി അയക്കാനുള്ള സാങ്കേതിക സംവിധാനവും സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സർക്കുലറിലുണ്ട്. ഇതുകൂടാതെ നേരിട്ട് ADGPയോട് പരാതി പറയാനുള്ള അവസരവുമുണ്ട്. ഡ്യൂട്ടിയാക്കി കണക്കാക്കി തന്നെ ബത്തെ അനുവദിച്ചുകൊണ്ട് പരാതി നേരിട്ട് നൽകാനുള്ള അവസരമാണിപ്പോൾ പുതിയ പദ്ധതിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും കാവൽ കരുതൽ എന്ന പദ്ധതി നൂതനമാണ് എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇത് സ്റ്റേഷൻ തലത്തിൽ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.